ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, ഹരിതയ്ക്ക് ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വരുത്തി കഴിക്കുന്ന ശീലമുണ്ടല്ലോ. എന്താ പുതിയ വീട്ടിൽ പൊറുതിയായപ്പോ ആ ശീലമൊക്കെ മാറ്റിയോ? വരുത്താറുണ്ട്. ഹരിതയും മനോജും ഇരുന്ന് കഴിക്കാറുമുണ്ട്. ഞാൻ അതിലൊന്നും ഇടപെടാറില്ല മാധവേട്ട. അവരായി അവരുടെ പാടായി. ചന്ദ്രുവിന് അവര് വരുത്തി കഴിക്കുന്നതൊന്നും തരാറില്ലല്ലേ? അല്ല, അത് പിന്നെ ഞാൻ പാഴ്സൽ ഫുഡൊന്നും ആവശ്യപ്പെടാറില്ല. അതുകൊണ്ട് കിട്ടാറുമില്ല. അത്രേ ഉള്ളൂ. ഈ പാഴ്സൽ ഫുഡൊന്നും ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. മക്കളുടെയും മരുമക്കളുടെയും പണം കൊണ്ട് വാങ്ങുന്ന പാഴ്സൽ ഭക്ഷണം കഴിക്കാനും വേണം ഒരു യോഗമൊക്കെ. അതെ മാധവേട്ട, ഹരിതയും മനോജും. ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വഴി അവര് ഭക്ഷണം കഴിക്കാൻ കയറിയതാ. നമ്മളെ കണ്ട പ്രശ്നമാവും. എന്ത് പ്രശ്നം? നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തതല്ലേ, കഴിച്ചിട്ട് പോയാ മതി. വേണ്ട മാധവേട്ട, നമുക്ക് പോകാം പ്ലീസ്. ഈ ചന്ദ്രുവിന്റെ ഒരു കാര്യം. ഞാൻ പറയുന്നൊന്ന് കേക്ക് മാധവേട്ട, നമുക്ക് പോകാം. വാ. ശരി. അതെ, ആ ഓർഡർ ക്യാൻസൽ ചെയ്തേക്ക്. എന്താ സാർ? അർജന്റ് ആയിട്ടൊരു കോള് വന്നു, അതാ. പോയിട്ട് തിരിച്ചു വരാം. ഓക്കെ സാർ, ബൈ. ഭാഗ്യം, അവര് നമ്മളെ കണ്ടിട്ടില്ല. ഇത്ര പെട്ടെന്ന് ക്ഷേത്രത്തിൽ പോയി അവര് മടങ്ങി വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. എന്തായാലും അവര് വീട്ടിലെത്തുന്നതിന് മുൻപേ എനിക്ക് അവിടെ എത്തണം. അല്ലെങ്കിൽ അത് പ്രശ്നമാവും മാധവേട്ട. ധൃതി വെക്കാതെ. നിനക്ക് ഭക്ഷണം കഴിക്കണ്ടേ? വേണ്ട. ഓർഡർ ചെയ്ത ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോഴേ മനസ്സുമെടുത്തു. ചന്ദ്രു, ഭക്ഷണം ഉണ്ടാക്കുമ്പോ അതാര് കഴിക്കണമെന്ന വിധിയും അതിനൊപ്പം ഉണ്ടാവും. നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണം നമുക്ക് വിധിച്ചിട്ടുള്ളതല്ല. അതാ കഴിക്കാൻ പറ്റാതെ പോയത്. ഭക്ഷണം കഴിച്ചില്ലേലും കുഴപ്പമില്ല. മാധവേട്ടൻ പറഞ്ഞതുപോലെ അതിന് വിധിച്ചിട്ടുള്ളവര് കഴിക്കട്ടെ. ഹരിത നമ്മളെ കാണാത്തതിലാ എനിക്ക് ആശ്വാസം. ഭക്ഷണവും അത് കഴിക്കാനുള്ള തലയിലെഴുത്തും ഹരിതയ്ക്കും മനോജിനും ആയിരിക്കും. അല്ല, നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുകളയുന്ന ദൈവത്തിന്റെ ചില വികൃതികളെ കുറിച്ചാ ഞാൻ പറഞ്ഞത്. അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. മനോജും ഹരിത എത്തുന്നതിന് മുൻപ് എനിക്ക് വീട്ടിലെത്തിയിരിക്കണം മാധവേട്ട. മനോജും ഹരിതയും നമ്മുടെ മോനും മരുമോളും അല്ലേ, അല്ലാതെ രക്ഷകർത്താക്കളൊന്നും അല്ലല്ലോ. അതെ, പേടിക്കാതെ തഞ്ചപ്പെട്ട് നിൽക്ക് ചന്ദ്രു. മാനത്തെ കൊട്ടാരം